من قرأ ياسين في صدر النهار قضيت حوائجه. ഈ പകലിന്റെ ആരംഭത്തിൽ സുബഹിക്ക് ശേഷമുള്ള സമയത്ത് ആരെങ്കിലും യാസീൻ ഓതിയാൽ അവന്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. രാവിലെ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന എന്റെ പൊന്നുമോനെ, നീ യാസീൻ ഓതിയിട്ട് പോയാൽ നിനക്ക് അർഹതപ്പെട്ട വിജയം നൽകുമെന്നാണല്ലോ ഇവിടെ പരിചയപ്പെടുത്തുക. എന്റെ ഉമ്മ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാതിറങ്ങുകയാണ്. വല്ലാത്ത വയറുവേദനയാണ്. ആ വേദന സഹിക്കാൻ കഴിയാതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ എവിടെയോ പുറത്തു പോലും പറയാൻ നമ്മൾ മടിക്കുന്ന തരത്തില്, നമ്മുടെ മനസ്സ് വേദനിക്കുന്ന തരത്തില് എന്തെങ്കിലും ഒരു രോഗമുണ്ടാകുമോ കാക്കുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള വേദനകൾ തിന്നേണ്ടി വരുന്ന രോഗങ്ങള് രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോ ഈ യാസീൻ പാരായണം ചെയ്തിട്ട് അല്ലാഹുവേ അല്ലാഹുവേ എനിക്കൊരു രോഗവും നീ തരല്ലേ അല്ലാ എന്ന് നീയത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പുറത്തു പോയി നോക്കി, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയി നോക്കി, അല്ലാഹു ആ രോഗം തടയുമെന്നാണല്ലോ. ഒരുപക്ഷെ അങ്ങനെ യാസീൻ ഓതിയിട്ടും അല്ലാഹു അത് തടയുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ യാസീനിൽ എന്തോ പിഴവ് പറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഏതോ വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഖൈറുകൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സുബഹിക്ക് ശേഷമുള്ള സമയത്ത് യാസീൻ ഓതണേ, നിങ്ങൾ യാസീൻ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവന്റെ കാര്യങ്ങൾ നടക്കുമെന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ്റൊരു ഹദീസ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, മൻ ഖറാ സൂറത്തുൽ വാഖിഅ മഗ്രിബിന് ശേഷമുള്ള സമയത്ത് നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും വാഖിഅ പാരായണം ചെയ്യുന്ന ഒരാള് ഒരിക്കലും മുടക്കമില്ലാതെ സൂറത്തുൽ വാഖിഅ എന്ന പേരുള്ള 2.5 പേജ് അതല്ലെങ്കിൽ 3 പേജ് മാത്രം ദൈർഘ്യമുള്ള 5 മിനിറ്റ് എടുത്താൽ ഓതി തീർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പോകട്ടെ ഒരു 10-15 മിനിറ്റ് എടുത്താൽ മഗ്രിബിന് ശേഷം ഓതി പാരായണം പൂർത്തിയാക്കാൻ കഴിയുന്ന സൂറത്തുൽ വാഖിഅ പഴയ ഉമ്മമാർക്കറിയും. അതിന്റെ ആദ്യാവസാനം ആ പേജ് ഇങ്ങനെ അടുക്കി പിടിച്ചിരിക്കുന്നുണ്ടാകും. കാരണം നിത്യമായി ഓതുന്ന സൂറയാണല്ലോ സൂറത്തുൽ വാഖിഅ. അങ്ങനെ കഴിയുന്ന ദിവസങ്ങളിൽ നിരന്തരമായി ഓതുന്ന ഒരാള് ആ മനുഷ്യന് നൽകപ്പെടുന്ന ദുനിയാവിയായ പ്രതിഫലം എന്തെന്നറിയുമോ? ഇത് പറയുന്നത് അമീനുദ്ദീൻ ബാഖവി എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കണ്ട, അല്ലാഹുവിന്റെ ഹബീബാണ്. ഞാൻ ഉദ്ധരിക്കുക മാത്രമാണ്, കള്ളമല്ല എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ, ഇത് നുണയല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ബുദ്ധിയല്ല സഹോദരാ ഇവിടെ പ്രയോഗിക്കേണ്ടത്, യുക്തിയല്ല സഹോദരി ഇവിടെ നാം പ്രയോഗിക്കേണ്ടത്, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഈ ഒരു ഹദീസാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സ്ഥിരമായി വാഖിഅ പാരായണം ചെയ്യുന്നവൻ അവൻ ആളുകളുടെ മുന്നിൽ കടം ചോദിക്കേണ്ടി വരിക പോലുമില്ല, അവന് സാമ്പത്തികമായ ഞെരുക്കമുണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ വിഷയവും അവസാനിപ്പിക്കട്ടെ. നിരന്തരമായി മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തോളി. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന സൂറതൻ ഫിൽ ഖുർആൻ വഹിയ 30 ആയ شفاعة لرجل حتى غفر له. കഴിഞ്ഞ ദിവസം നമ്മുടെ പരിസരത്തുള്ള ചാലക്കുടി മോസ്കോ പള്ളിയുടെ പരിസരത്ത് നമ്മൾ പ്രസംഗിക്കാൻ പോയപ്പോ അവിടെയും പ്രത്യേകമായി പറഞ്ഞൊരു ഹദീസാണ് വിനീതനാവർത്തിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ 30 ആയത്തുള്ള ഒരു സൂറ പാരായണം ചെയ്യുകയാണ്. നിരന്തരമായി മഗ്രിബിന് ശേഷം ഒരു 15 മിനിറ്റ്
മാറ്റി വെക്കണേ എന്റെ ഉപ്പ. നാം അത് സ്ഥിരമായി പഠിക്കുകയും അത് ഹിഫ്ള് ചെയ്യുകയും കാണാതെ ഓതാൻ പഠിക്കുകയും ശ്രമിക്കണേ. കാണാതെ പാരായണം ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ എളുപ്പമാണല്ലോ. അതുകൊണ്ട് അത് കാണാതെ ഹിഫ്ള് പഠിക്കാനൊന്ന് ശ്രമിക്കണേ. കടയിലിരുന്നിട്ടും നമുക്ക് ഓതാമല്ലോ, വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ഓതാമല്ലോ. അതുകൊണ്ട് സ്ഥിരമായി ഓതിനത് ഹിഫ്ളാകട്ടെ, അത് മനഃപ്പാഠമാകട്ടെ. സൂറത്തുൽ മുൽക്ക് എന്താണ്? ആ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇന്ന് ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉപ്പയുണ്ടല്ലോ, നമ്മുടെ ഉമ്മയുണ്ടല്ലോ, അവരോടെങ്ങാണമെന്ന് ടെലിഫോൺ സംഭാഷണം നടത്താൻ ടെക്നോളജി ഒന്ന് വികസിച്ചിരുന്നുവെങ്കിൽ കഴിയൂല സഹോദര സഹോദരി. അവരെങ്ങാണമെന്ന് തിരിച്ചു വന്നിട്ട് അതല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്നിട്ട് സത്യസന്ധമായ ഖബറിന്റെ ജീവിതത്തെ പറ്റിയിട്ടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. ചൂട് കാലഘട്ടമാണ്, ഫാനിട്ടിട്ടും കിടക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. AC ഇടുമ്പോഴും നമ്മുടെ മനസ്സിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോ എന്തോ ഒരു ചൂടാണിത്, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് എന്റെ ഉമ്മ. ഞാൻ ഉറപ്പായി പറയുകയാണ്, നാളെ നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ആരുടെ മണ്ണിന്റെ അഗാധതയിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന നിമിഷം അന്ന് നമ്മുടെ ഭർത്താവിന് യാതൊരു അധികാരം ഉണ്ടാവില്ല, നമ്മുടെ മക്കൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. ആരോരുമില്ലാത്ത ഖബറെന്ന് പറയുന്ന കാലാകാലങ്ങളിൽ കിടക്കേണ്ട വീട് അവിടെ ചൂടായിരിക്കും, അവിടെ കൊടും ചൂടായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് AC ഇല്ലാത്ത, ഫാനില്ലാത്ത, ഒരു വിശറി പോലും എടുത്തിട്ട് വീശാൻ കഴിയാത്ത, സ്വന്തമായിട്ടൊന്നും ചെയ്യാനും പറയാനും കഴിയാത്ത ആ ഖബറിൽ രക്ഷ വേണോ എന്റെ ഉമ്മ? സൂറത്തുൽ മുൽക്ക് ഒന്ന് പാരായണം ചെയ്യണേ. 30 ആയത്താണ്, 30 മിനിറ്റ് വേണ്ട, 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റോ അതിന് താഴെയോ മാത്രം മതിയാകും. മകൻ വന്നിട്ട് അള്ളാന്റെ മുന്നിൽ ഒരിക്കലും ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ശുപാർശ ചെയ്യൂല. ആ മകൻ ഒരിക്കലും അനുവാദമുണ്ടാവൂല. കാമുകി വരൂല്ല, കാമുകൻ വരൂല്ല, വാപ്പ വരൂല്ല, ഉമ്മ വരൂല. അവർക്കൊന്നും അതിനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടില്ലല്ലോ. ആ സമയത്താണ് ഇവിടെ ഒരു 30 ആയത്തുള്ള സൂറ കടന്നു വരികയാണ്. ആ സൂറത്തുൽ മുൽക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന കോലത്തിൽ നിന്നിട്ട് അത് എങ്ങനെയാണെന്ന് നമുക്കറിയൂല. ആ സൂറ വരുമത്രേ, എന്നിട്ട് ശുപാർശ ചെയ്യുകയാണ്. ഇന്ന വ്യക്തി അവനെന്നെ സ്ഥിരമായി പാരായണം ചെയ്യുന്നവനായിരുന്നു, അതുകൊണ്ട് റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് പറയുമത്രേ. ഖബറിൽ സന്തോഷമാണ്, ഖബറിൽ നമുക്ക് തണുപ്പാണ്, മഹ്ശറിൽ നമുക്ക് തണുപ്പാണ്, പരിഗണനയാണ്. സ്വർഗം നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും മിൻ ആനാഇൽ ലൈലി വന്നഹാർ, പകലിന്റെ ആരംഭത്തില് രാത്രിയുടെ ആരംഭത്തില് 2 നേരം ഒന്ന് നിങ്ങൾ ഖുർആൻ ഓതണേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.